ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നിസാറിന്റെ വിക്ഷേപണം വിജയകരമായി ഇന്ന് പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. ശ്രീഹരിക്കോട്ടയിലായിരുന്നു വിക്ഷേപണം. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വൈകിട്ട് 5:40 ISROയുടെ GSLV F-16 റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപണം നടത്തിയത്. ഈ ഭൗമോപരിതലത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരം കൈമാറുക എന്നതാണ് നിസാറിന്റെ പ്രധാന ദൗത്യം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. വിവരങ്ങളുമായി നമ്മളോടൊപ്പം അഖിലാജി ചേരുന്നുണ്ട്. അഖിലാജി മോഹൻ നമ്മളോടൊപ്പം ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. അഖില, ഇതില് ഇന്നത്തെ അതിനൊരു പേരുണ്ടല്ലോ, ഗോൾഡൻ ഡേ എന്ന് പറഞ്ഞിട്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പം ഇത് എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ദൗത്യമാണ്? അതിന്റെ വിക്ഷേപണവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. ശരിക്കും തന്നെയാണ് നമ്മുടെ നാസയും ISROയും സംബന്ധിച്ച് ഇന്നൊരു ഗോൾഡൻ ഡേ തന്നെയാണ്. ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നിസാറിന്റെ വിക്ഷേപണമാണ് ഇന്ന് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വൈകിട്ട് 5:40 വിക്ഷേപണം. ISROയും നാസയും സംയുക്തമായി നടത്തുന്ന ആദ്യ ഉപഗ്രഹ വിക്ഷേപണം എന്ന പ്രത്യേകതയും നിസാറിനുണ്ട്. ഇന്ത്യയുടെ GSLV F-16 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. 743 കിലോമീറ്റർ അകലെയുള്ള സൗര സ്ഥിര ഭ്രമണപഥത്തിലൂടെയാണ് നിസാർ ഭൂമി ചുറ്റുക. ഭൗമ ഉപരിതലത്തിലെ ഓരോ സ്ഥലത്തിന്റെയും വിവരങ്ങൾ 12 ദിവസത്തെ ഇടവേളയിൽ രേഖപ്പെടുത്താൻ നിസാറിലെ നിരീക്ഷണ ഉപകരണങ്ങൾക്ക് സാധിക്കും. 2400 കിലോഗ്രാം ഭാരമുള്ള നിസാർ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണ ചെലവ് 13,000 കോടിയിലധികം രൂപയാണ്. ISRO ഇതുവരെ വിക്ഷേപിച്ചതിൽ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന ഉപഗ്രഹം കൂടിയാണ് നിസാർ എന്ന പ്രത്യേകതയുമുണ്ട്. ISROയുടെ S-ബാൻഡ് റഡാറും നാസയുടെ L-ബാൻഡ് റഡാറും ഉൾപ്പെടെ 2 SAR റഡാറുകളുള്ള ലോകത്തിലെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം കൂടിയാണ് നിസാർ. രാത്രി പകൽ വ്യത്യാസമില്ലാതെ ഏത് കാലാവസ്ഥയിലും ഭൂമിയിലെ ഓരോ ഇഞ്ചും അതിസൂക്ഷ്മമായി പകർത്താൻ നിസാറിന് സാധിക്കും. ഭൗമ ഉപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരം കൈമാറുകയാണ് നിസാറിന്റെ പ്രധാന ദൗത്യം. അതുകൂടാതെ തന്നെ നമ്മുടെ പ്രകൃതിക്ഷോഭങ്ങൾ, അതുപോലെ ഭൂകമ്പം, കാലാവസ്ഥ നിർവചനം തുടങ്ങിയവയൊക്കെ നമുക്ക് നിസാർ ദൗത്യത്തിലൂടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇത് എന്തുകൊണ്ടാണ് സംയുക്തമായിട്ട് ഇത്തരത്തിലൊരു വിക്ഷേപണം നടത്താമെന്ന് നാസയും ISROയും തീരുമാനിച്ചത്? ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് നാസയും ISROയും ഇത്തരത്തിൽ ഒരു ദൗത്യത്തിൽ ഏർപ്പെടുന്നത്. എന്തായാലും നാസയും ISROയും സംബന്ധിച്ച് ഇത് വലിയ ഒരു കാര്യമാണ്. വിക്ഷേപണം വിജയകരമായി പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരം കൈമാറുന്നതിലൂടെ ഒരുപാട് വിവരങ്ങൾ നമുക്ക് ഡേറ്റ കൈമാറി നമുക്ക് ഏതൊക്കെ മേഖലയാണെന്നുണ്ടോ? അതായത് ഭൂകമ്പം, മറ്റു പ്രകൃതിക്ഷോഭങ്ങൾ, കാലാവസ്ഥാ നിർവചനം തുടങ്ങിയൊക്കെ നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടാൻ സാധിക്കുമെന്നാണ്. ഇതിന്റെ ചെലവ് കണക്കാക്കുന്നത് എങ്ങനെയാണ്? നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഏകദേശം 13,000 കോടിയിലധികം രൂപ ഈ ഒരു വിക്ഷേപണത്തിന് ISROയ്ക്ക് ചെലവായിട്ടുണ്ട്. ISROയുടെ ഇതുവരെ വിക്ഷേപിച്ചതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന ഉപഗ്രഹം കൂടിയാണ് നിസാർ എന്ന പ്രത്യേകതയുമുണ്ട്. താങ്ക് യു അഖില. അതാണ് വളരെ അതിസൂക്ഷ്മമായിട്ട് ഭൂമിയിലെ കാലാവസ്ഥയുടെ ഓരോ ഇഞ്ചും അത് വലിയ വ്യത്യാസങ്ങൾ, അത് രാത്രിയോ പകലോ എന്നില്ലാതെ ഓരോ ഇഞ്ചും നിരീക്ഷിക്കാനും അതിസൂക്ഷ്മമായിട്ട് പകർത്താനും നിസാറിനാകും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഭൗമോപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സസൂക്ഷ്മം നിരീക്ഷിച്ച് വിവരം കൈമാറുകയാണ് നിസാറിന്റെ പ്രധാന ദൗത്യം. അതിനാണ് ISROയും നാസയും ചേർന്ന് ഒരു സംയുക്ത ഒരു കൂട്ടുകെട്ടിൽ അത്തരത്തിലൊരു ഉപഗ്രഹം വിക്ഷേപിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5:40 ഈ നിക്ഷേപണം നടത്തുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു പ്രത്യേക ഒരു ഗോൾഡൻ ഡേ എന്നുള്ള രീതിയിലാണ് നാസ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് അഖിലാജി മോഹൻ നൽകിയത്. ഡീകോഡിന്റെ സമയം പൂർണ്ണമാവുന്നു. നമസ്കാരം.